1985 ഇന്നത്തെ ഹോളിസ്റ്റിക് മെഡിസിൻ, ക്വാണ്ടം ഹീലിംഗ് മുതലായ സംജ്ഞകൾ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ ഇവിടെ പോളിപ്പതി ക്ലിനിക്ക് എന്ന പേരിൽ കോട്ടയത്ത് ഒരു ക്ലിനിക്ക് തുടങ്ങിയിരുന്നു. അവിടെ ഞാൻ വിട്ടുമാറാത്ത തുമ്മലും ജലദോഷവും ആസ്മയിലേക്ക് മാറി കലശലായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലമായിരുന്നു. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി മുതലായ ചികിത്സാ രീതികളിൽ വളരെ വിദഗ്ധരായ ഡോക്ടർമാരെ തന്നെ കണ്ട് ചികിത്സ ചെയ്യുകയുണ്ടായി. എന്നാൽ എനിക്ക് കാര്യമായ പ്രയോജനം ഉണ്ടായില്ല. അപ്പോൾ യാദൃച്ഛികമായാണ് ഞാൻ ഡോക്ടർ പി എബ്രഹാമിൻ്റെ പേര് അറിയുന്നത് തന്നെ. കൃത്യമായി പറഞ്ഞാൽ ഒരു പത്രവിതരണക്കാരിൽ നിന്നുമാണ്, വീട്ടിൽ പത്രം തരുന്ന ആ പത്രക്കാരൻ പറഞ്ഞതിൽ നിന്നുമാണ് ഞാൻ ഈ ഡോക്ടറുടെ കാര്യം അറിയുന്നത്. അദ്ദേഹത്തെ വന്ന് കാണുകയും കണ്ട മാത്രയിൽ തന്നെ സാധാരണ ഈ മഹർഷിമാർ പറയുന്നത് മാതിരി എനിക്ക് അദ്ദേഹത്തിൽ എന്തോ വളരെ ഒരു പ്രത്യേകത അനുഭവപ്പെടുകയാണ് ഉണ്ടായത്. അദ്ദേഹം ആദ്യം തന്നെ എന്നോട് പറഞ്ഞത് കോഓപ്പറേഷൻ ഈസ് ക്യൂർ എന്നാണ് പറഞ്ഞത്. അത് പൂർണ്ണമായും ശരിയാണെന്ന് എൻ്റെ അനുഭവം വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം 1 വർഷം ഞാൻ മരുന്ന് കഴിക്കുകയും അതുപോലെ തന്നെ യോഗ ചെയ്യുകയും ആഹാര രീതികൾ ക്രമപ്പെടുത്തുകയും ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം 100% അനുസരിക്കുകയാൽ കൃത്യം 1 വർഷത്തിന് ശേഷം 1986 ഏപ്രിലിൽ തന്നെ എൻ്റെ ഫയൽ ക്ലോസ് ചെയ്യുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇതുവരെ എനിക്ക് ആസ്മ സംബന്ധിച്ച അസുഖങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. ആസ്മയെ കൂടാതെ മറ്റു പല രോഗങ്ങളുടെ ചികിത്സാനുഭവങ്ങൾ കൂടി എനിക്ക് ഉണ്ട്. 1989 ഒരു വൈകുന്നേരം എനിക്ക് കലശലായ നടുഭാഗത്ത്, വയറിന് നേരെ പുറകിലായി നടുഭാഗത്ത് ഒരു വേദന അനുഭവപ്പെട്ടു. ഞാൻ അന്നേ വരെ സഹിച്ചിട്ടുള്ള ഒരു വേദന, അല്ലെ പരിചയിച്ചിട്ടുള്ള ഒരു വേദനയല്ലായിരുന്നു അത്. തീർത്തും സഹിക്കാൻ പറ്റാത്ത ഒരു വേദനയായിരുന്നു. പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഒരു ഡോക്ടറെ കാണുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് അപ്പൻഡിസൈറ്റിസ് ആകാനാണ് സാധ്യത, അതുകൊണ്ട് 24 മണിക്കൂറിനകം ഓപ്പറേഷൻ വേണം. പക്ഷേ ഇവിടെ സർജൻ ഇപ്പോൾ ഇല്ലല്ലോ, അതുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ മറ്റൊരു ആശുപത്രിയിൽ, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം മറ്റൊരു ആശുപത്രിയിൽ ചെല്ലുകയുണ്ടായി. അവിടെ ഇവർ നോക്കിയിട്ട് ഇത് അപ്പൻഡിസൈറ്റിസ് അല്ല, പിന്നെ എന്താണെന്നുള്ളത് നോക്കി കണ്ടുപിടിക്കാം, ഇവിടെ അഡ്മിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അവിടെ അഡ്മിറ്റ് ചെയ്തു. ഒരാഴ്ച അവിടെ കിടക്കുകയുണ്ടായി. ആ ഒരാഴ്ച അവിടെ കിടന്നെങ്കിലും അവസാനം സ്റ്റോൺ ആയിരിക്കാം എന്നും അതെവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുമാണ് അവിടെ നിന്നും കിട്ടിയ നിർദ്ദേശം. ഇതിനോടകം തന്നെ ഞാൻ ഡോക്ടർ എബ്രഹാമിനെ വിവരം അറിയിച്ചിരുന്നു. അദ്ദേഹം ചെറിയ ചില പരിശോധനകളും രക്തം, മൂത്രം മുതലായ പരിശോധനകളും ഒക്കെ നടത്തിയതിന് ശേഷം വളരെ ലഘുവായ രീതിയിൽ നാച്ചുറോപ്പതിക് മെത്തേഡിൽ വെറ്റ് പാക്കിങ്ങും സിറ്റ്സ് ബാത്തും അദ്ദേഹം സജസ്റ്റ് ചെയ്യുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഹോമിയോപ്പതി ആണ് അദ്ദേഹം സജസ്റ്റ് ചെയ്തത്. ഇത്രയും ചെയ്തിട്ട് ഒരാഴ്ച കൊണ്ട് 50% കുറയുകയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തോളാൻ പറയുകയുണ്ടായി. എനിക്ക് 50% അല്ല, ഏതാണ്ട് 100% തന്നെ കുറയുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത് പലരും വിചാരിക്കാം, ഡോക്ടർ എബ്രഹാം അലോപ്പതിയിൽ ഉന്നത ബിരുദങ്ങളുള്ള ആളാണെങ്കിലും അലോപ്പതിക്ക് മെത്തേഡിന് താല്പര്യമില്ലാത്ത ആളാണോ എന്ന് സംശയിക്കാം. അല്ല, അദ്ദേഹം എനിക്ക് സർജറിയും നിർദ്ദേശിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു ഹെർണിയ, കൺജൻഷ്യലായിട്ട് ഒരു ഹെർണിയ ഉണ്ടായിരുന്നു. അത് സ്ക്രോട്ടത്തിലേക്ക് ചാടി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. അദ്ദേഹം എനിക്ക് സർജറിയാണ് നിർദ്ദേശിച്ചത്. ഡോക്ടർ എബ്രഹാമിൻ്റെ നിർദ്ദേശാനുസാരം തന്നെ പ്രശസ്തമായ ഒരു ആശുപത്രിയിൽ ഞാൻ പോയി സർജറി വഴി ഹെർണിയ റിപ്പയർ ചെയ്യുകയുണ്ടായി. അതിനുശേഷം അത് വീണ്ടും വരാതിരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ, ഡോക്ടർ എബ്രഹാമിൻ്റെ നിർദ്ദേശാനുസാരം കുറച്ച് നാൾ മരുന്ന് കഴിക്കുകയുണ്ടായി. ഇത് 1990-ലാണ്. ഇപ്പോൾ ഏതാണ്ട് 16 വർഷത്തോളമാകുന്നു. ഇതുവരെ എനിക്ക് ഹെർണിയ വീണ്ടും ഉണ്ടായിട്ടേയില്ല.